പുള്ളി പറഞ്ഞ ഭാഷ അതുപോലെ ഞാൻ പറയുന്നില്ല, ഞാൻ അല്പം വ്യതിയാനപ്പെടുത്തി പറയാം. പുള്ളി പറഞ്ഞ് തള്ളേ, ഞാന് രാത്രി മുഴുവൻ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു, ദൂതൊരുക്കി വിഷമിച്ചു വന്നൊന്ന് പ്രസംഗം, അതിന് നിങ്ങൾ മുന്നിൽ വന്ന് തൂക്കിക്കെട്ടുക. ഞാൻ ബൈബിൾ എടുത്തൊരു പുള്ളി നോക്കിയപ്പോ എറിയാൻ വേറൊന്നും കനമുള്ളത് കണ്ടില്ല. അപ്പൊ പിന്നെ ഇച്ചിരി കനമുള്ളത് ബൈബിളാ. ഇനി പുള്ളി പറഞ്ഞ ഭാഷ ഞാനിപ്പോ പറയത്തില്ല. ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഒന്നും പോകുന്നില്ല. ഇന്ന് സന്ധ്യയില് അല്ലെ ഇന്ന് പകല് നാമധേയ ക്രൈസ്തവരെല്ലാം പെസഹ ആഘോഷിക്കുക, അല്ലെ കൊണ്ടാടുക, അല്ലെ അനുഷ്ഠിക്കുക. നമുക്ക് വേർപെട്ട ദൈവമക്കൾക്ക് ഇങ്ങനെയുള്ള യാതൊരു ആചാരങ്ങളും ഇല്ല. അത് ആരോടും വൈരാഗ്യം ഉണ്ടായിട്ടല്ല. വേറെ പുസ്തകത്തിലെ പ്രമാണം നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കരുതെന്ന ആ വാക്യത്തിന്റെ അർത്ഥം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8, 9, 10, 11 വാക്യങ്ങളാ. ഒന്ന് ഉറക്കെ വായിച്ചാട്ടെ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ട് ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കും നിങ്ങൾ ദരിദ്രവും ബലഹീനവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിന് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. അത് അനുകൂലമായിട്ടല്ല പറഞ്ഞേക്കുന്നത്, അത് വിരോധമായിട്ട് ആ പ്രയോഗം അങ്ങനെ. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ പങ്കപ്പാടെല്ലാം സഹിച്ച് ഈ സഭ ഇങ്ങനെ ഉടലെടുത്തു, കഷ്ടം സഹിച്ച്, പീഡ സഹിച്ച്, പോരാട്ടം സഹിച്ച് നിങ്ങളെ ഇങ്ങനെ ഈ കൃപയിൽ കൊണ്ടുവന്നു. പക്ഷെ ഇപ്പൊ ഇതെല്ലാം കൂടെ കുട്ടിച്ചോറാകുമെന്ന തോന്നുന്നു. അതാ പറഞ്ഞ നിങ്ങളിപ്പം ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ പ്രമാണിക്കുന്നു. അത് തെറ്റാണ്. കാരണം നമുക്ക് എല്ലാ ദിവസവും നല്ലതാണ്. എല്ലാ ദിവസവും എന്തുവാ ഈ പെസഹ? പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ വളരെ തിട്ടമായിട്ട് പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. വായിച്ചേ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗമാ. 7-ാം വാക്യം മൊത്തം അങ്ങ് വായിച്ചോ. എന്തായാലും വാക്യമല്ലയോ, മൈക്ക് കൂടെ വായിക്കുകയെന്ന് തീരുമാനമെടുത്താണോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പെണ്ണം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത പദം ക്രിസ്തു തന്നെ. മതി. അപ്പൊ ആ പെസഹ കുഞ്ഞാട് കർത്താവാകുന്ന യേശു ക്രിസ്തു. അത് വർഷത്തിൽ ഒന്നല്ല ഓർക്കേണ്ടത്, എല്ലാ ദിവസവും ഓർക്കണം. സ്തോത്രം. വർഷത്തിൽ ഒന്ന് ഒരപ്പം ഉണ്ടാക്കി തലേ വർഷത്തെ കുരുത്തോല മുറിച്ച് കുരിശും വെച്ച് എല്ലാത്തിനും നുള്ളി കൊടുത്ത് എന്നും ഓർക്കണം. സദാസമയം ഓർക്കണം. എന്തോ ഓർക്കണം? ഞാനും നിങ്ങളും രക്ഷപ്പെടുവാൻ, എന്റെയും നിന്റെയും ശാപം മാറ്റുവാൻ, എന്നെയും നിന്നെയും വീണ്ടെടുക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ ഒരുവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി. ഇതെന്നും ഓർക്കണം. അല്ലാതെ ആണ്ടിലെ ഒരു ദിവസം മനഃപൂർവ്വം പ്രതികരിക്കാത്തതാണോ, അതോ സ്തംഭിച്ചിരിക്കുകയാണോ, അതോ ഇഷ്ടപ്പെടാൻ അരിശം കയറിയിരിക്കുകയാണോ? എന്തുവാ ശ്രദ്ധിക്കുക. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെയും അവിടുത്തെ പങ്കപ്പാടുകളെയും അവിടുന്ന് നമുക്ക് വേണ്ടി സഹിച്ച വ്യതകളും വേദനകളും എപ്പോഴും ഓർത്തോണം. നമ്മുടെ പെസഹ കുഞ്ഞാട് യേശു ക്രിസ്തുവാണ്. ആ പെസഹ കുഞ്ഞാടിന് യോഗ്യത ഉണ്ടെന്ന
പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള വേദഭാഗത്തിൽ മിസ്രയീം പുറപ്പെടുവാൻ ഒരുങ്ങുന്ന ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ മോശ കൽപ്പന കൊടുക്കുക. ദൈവത്തിന്റെ ആലോചന ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ഈ ആബീബ് മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായിരിക്കണം, ആണ്ടിന്റെ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോ ആട്ടിൻകുട്ടി എടുക്കണം. ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടിയെ കാശുണ്ടെന്ന് ഓർത്ത് 5-6 ആടിന് മേടിക്കണ്ട, ഒരു വീടിനൊന്നും മതി. കാശ് കണ്ടമാനം ഉണ്ടെങ്കിൽ ആടിനെ കണ്ടമാനം ഒന്നും മേടിക്കരുത്, വീടൊന്നിന് പ്രമാണമാണ്. ഒട്ടും കാശില്ല അന്ന് ആടിന് വേണ്ട, അപ്പുറത്തെ അതല്ല, വീടൊന്നിന് ഒരാട്ടിന് പ്രമാണമാണ്. പിന്നെ ഇല്ലാത്തവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് നല്ലതാണ്. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. ഏതാണ്ട് വേദ പഠിതാക്കൾ കണക്ക് പറയുന്നത് 6,03,351 ആട്ടുകൊറ്റനെ അറുത്തുന്ന. ഇപ്പൊ നിങ്ങൾ എന്നോട് പാസ്റ്റർ ഇത്ര കൃത്യം, അങ്ങനെ കൃത്യം എന്നുള്ളത് ഒരു കണക്ക് സംഖ്യാപുസ്തകത്തിൽ കുടുംബത്തിന്റെ കണക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം വീടൊന്നിന് ഒരു ആട്ടിൻകുട്ടി, ആ കണക്ക് വെച്ചാണ് പറയുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ ഇനി അത് പറഞ്ഞൊരു തർക്കം ഉണ്ടാകരുത്, സഭ രണ്ടാകുകയും ചെയ്യരുത്. അല്ല, അങ്ങനെയൊക്കെ സഭ രണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ഏതാണ്ട് 6,03,351 ആട്ടുകൊറ്റിനെ അറുത്തു, വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് പറയാം, കാണുന്ന ആടിനെ പിടിച്ച് കണ്ടിക്കരുത്. കാണുന്ന ആടിനെ പിടിച്ച് കണ്ടിക്കാൻ പ്രമാണമില്ല. ആട്ടിൻകുട്ടിക്ക് യോഗ്യതയുണ്ട്. എന്തോ ആട്ടിൻകുട്ടിയുടെ യോഗ്യത? 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചേ. ആട്ടിൻകുട്ടി ഊനമില്ലാത്ത. അപ്പൊ ഇതിന്റെ യോഗ്യത ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. മുടുത്തുകാരാണ് കണ്ടിച്ചോ അവറാച്ചാന്ന് പറയരുത്. ആട്ടിൻകുട്ടിയെ പരിശോധിക്കണം, ഉണ്ടോ, കുളമ്പിന് കുഴപ്പം വല്ലതും ഉണ്ടോ, വീണ്ടരയ്ക്കാത്തതാണോ, ഊനമുള്ളതാണോ, ചവയ്ക്കാത്തതാണോ, തിന്നാത്ത. ചില ആടുകൾ പല ടൈപ്പ് ആടുണ്ട്. വെള്ളം കുടിക്കാത്ത ആടുണ്ട് അല്ലേ? എല്ലാവരും ആത്മാവിലാകുമ്പോ ആട് മാത്രം കുടിക്കരുത്, നോക്കിയിരിക്കും ആരൊക്കെയാണ് കുടിക്കുന്നത്. അങ്ങനെയുള്ള ആടുകളുണ്ട് സഭയ്ക്കകത്തെ. എല്ലാവരും കൈയടിച്ച് പാട്ട് പാടി ആത്മാവില നിറയുമ്പം ചില ആട് കുടിക്കുന്നത്, വെള്ളം കുടിക്കുകയല്ല. നോക്കും ഇങ്ങനെ ആരൊക്കെയാണ്. വലിയ ബുദ്ധിമുട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. ആടിനെ മേയ്ക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടല്ലേ? തൊമ്മനയയുമ്പം ഒരു സഭയിലാ കൂടുന്ന, തമ്മി മിണ്ടുകയല്ല. കൊണ്ടുപോകുന്ന ഉപദേശി എന്നും ഉപവാസമായിരിക്കും. ഈ കമ്പത്തിൽ നിന്ന് കാളെ അടിച്ചു കയറ്റുമ്പോൾ സഭയ്ക്കകത്തോട്ട് കയറ്റി വെച്ച് തമ്മി മിണ്ടുകയല്ല, കൈ കൊടുക്കുകയല്ല, സ്തോത്രം പറയുകയല്ല. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ചിലര് പോകുകയല്ല. എല്ലാം കൂടെ സ്വർഗത്തിൽ പോകാനിരിക്കുക. നിങ്ങളുടെ വിചാരം സ്വർഗം എന്ന് പറഞ്ഞാൽ ഞാലിയാടി ചന്തയാണെന്നാണോ? ഇണക്ക് തെറ്റിയവനെ എല്ലാം കൂടി ഇരുത്തുന്ന സ്ഥലമല്ല സ്വർഗം. അയലത്തുകാരോട് മിണ്ടുകയല്ല, അയലത്തുകാരുമായിട്ട് വഴക്കുണ്ടാക്കുക, സഹോദരങ്ങളോട് മിണ്ടുകയല്ല, ഗുസ്തി. ഞായറാഴ്ച പാട്ടുപുസ്തകം അതിന്റെ അമ്മയുടെ കയ്യിലിരിക്കുന്ന, എന്റെ ഇരിക്കുന്ന സംഗീതരത്നാവലിയും ബൈബിൾ എന്ന് പോലും പറയില്ല, ബൈബിള് അമ്മാമ്മയുടെ കയ്യിൽ ഇരിക്കുന്നത്. എന്റെ കയ്യിൽ ക്രിസ്തീയ ഗീതവും ജ്ഞാനകീർത്തനവും. ഞാൻ കോട്ടയം ഡയോസിസിന് 2 ഉണ്ടല്ലേ. പിന്നെ ഞാൻ കൊയറിലുണ്ട്. നീ ഗുണപ്പെടാതെ കൊയറ് കയറിയാൽ അവസാനം നീ കയറേ തൂങ്ങും. പെന്തിക്കോസ് വന്നിട്ട് മുടുത്ത തമ്പേറെണ്ണം തല്ലിപ്പൊട്ടിച്ചു, സഹോദരങ്ങളോട് മിണ്ടുകയില്ല. വെറുതെ കൈയുടെ ഇടുപ്പിന് വേദന ഉണ്ടാകാന്നല്ലാതെ. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ? പിന്നെ നിങ്ങൾ ഒത്തോൺ തന്നെ ആക്കുകയാണോ? ആട്ടെ, നിങ്ങളുടെ മുഖഭാവം മാറുന്നത് കൊണ്ട് ഞാനിനി ആ പോയിന്റ് നിൽക്കുന്നില്ല. നിങ്ങളും ചിന്തിക്കും, ദൈവമേ മഴക്കോളും ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും മഴ പെയ്താലും അത്തറ്റം പോയിച്ച് തന്നെ പ്രാർത്ഥന ഇരിക്കാന്ന് ഓർത്ത് ചെന്നത്. അന്നേരം അങ്ങനെ അത് തല്ലിക്കിടത്തിയേച്ച്. അപ്പൊ കാണുന്ന ആടിനെയെല്ലാം പിടിച്ച് കണ്ടിക്കാൻ പ്രമാണമില്ല. ആട്ടുകുട്ടിക്ക് യോഗ്യതയുണ്ട്. എന്താ? ആട്ടുകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. ഊനമില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം.
ഇവിടെ ഇരിക്കുന്ന സകല ആൾക്കാർക്ക്, എന്നെ കേൾക്കുന്ന സകല ആൾക്കാർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അപാകതകളും ന്യൂനതകളും പോരായ്മകളും ഒന്നല്ല പലതാകുമ്പോൾ ഊനമില്ലാത്ത, പാപമില്ലാത്ത, കളങ്കമില്ലാത്ത, അകൃത്യമില്ലാത്ത, ലംഘനമില്ലാത്ത, യാതൊരു കുഴപ്പവുമില്ലാത്ത ഒരേ ഒരു ആട്ടിൻകുട്ടി, അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിന്റെയോ സഹോദരിമാരെല്ലാം ചോദിച്ചു, നീ എന്തുവാ കുറെ നേരമായിട്ട് ഈ പാടുകയും പറയുകയും തുള്ളുകയൊക്കെ ചെയ്യുന്നത്? എന്നിട്ട് അവള് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാണപ്രിയനെ പറ്റിയാ. അപ്പൊ പെണ്ണുങ്ങളെല്ലാം കൂടെ ചോദിച്ചു, ആരാ നിന്റെ പ്രാണപ്രിയൻ? അയ്യോ, എൻ്റെ അമ്മാമ്മ എന്നെ അമ്മ പ്രസവിച്ച് എന്നെ നാരകത്തിന്റെ ചുവട്ടിലിട്ട് കണ്ണൊന്നും തുറക്കാതെ ജീവൻ പോകേണ്ടതായിരുന്നു. അന്നേരം ഉറുമ്പുമൊക്കെ അരിച്ച് പരുവക്കേടായി കിടന്നപ്പോൾ ആടിനെ തീറ്റുന്നൊരു ഇടയച്ചിറക്കൻ എൻ്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ട് അടുത്ത് വന്ന്, ഒടുവിൽ എനിക്ക് കരയാൻ പറ്റാതായെന്നാ പറയുന്നത്. ഞാൻ അങ്ങേയറ്റം പറ്റി മരണവക്ത്രത്തിൽ അകപ്പെട്ട് കിടന്നതാ. അന്നേരം ആ ഇടയച്ചിറക്കൻ ഒന്നും അമാന്തിച്ചില്ല, ഓടി വന്ന് എന്നെ കോരിയെടുത്ത് മാറോട് ചേർത്ത് മുത്തമിട്ട് ആ ചോരയെല്ലാം ആമെ ഒപ്പി തുവർത്തി തുടച്ച് വെടിപ്പാക്കി. സ്തോത്രം. എന്നെ രക്ഷിച്ച ഒരു ഇടയച്ചിറക്കനുണ്ട്, അവനാണ് എൻ്റെ പ്രാണപ്രിയൻ. അപ്പൊ ഈ സ്ത്രീകളെല്ലാം കൂടെ വെച്ചു, നിന്റെ പ്രാണപ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ വിശേഷത വല്ലോ ഉണ്ട്? അവള് പറഞ്ഞു, മുഴുവൻ വിശേഷതയാണ് പറഞ്ഞു. എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ, അവൻ 10,000 ശ്രേഷ്ഠൻ. 1000-ൽ 10,000 ശ്രേഷ്ഠനായ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്ത പ്രസക കുഞ്ഞാടാണ് ക്രിസ്തു. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. 10,000-ങ്ങളിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഊനമില്ലാത്ത, പാപമില്ലാത്ത പരമവിശുദ്ധനാണ് ക്രിസ്തു. ആ ക്രിസ്തുവാണ് പ്രസക കുഞ്ഞാട്. ആ പ്രസക കുഞ്ഞാടനെ ആണ്ടിൽ ഒരിക്കലല്ല ആഘോഷിക്കുകയും ഓർക്കുകയും ചെയ്യേണ്ടത്, എല്ലാ ദിവസവും സദാസമയവും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആട്ടെ, ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. നമ്മൾ വായിച്ച വാക്യത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞ വേഗത്തിൽ അങ്ങ് നിർത്താം. ആ 10-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിന്റെ 2-ാം ഭാഗമാണ് നമ്മൾ പകൽ ചിന്തിച്ചത്. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ. ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് കുരുക്കൊപ്പിച്ചാൽ ആ കുരുക്കിനകത്ത് നീ തന്നെ എന്ന് വീഴും. അതാണ് സദൃശവാക്യം 26-ാം അധ്യായത്തിന്റെ 27-ൽ നമ്മൾ രാവിലെ വായിച്ചല്ലോ, കുഴി കുടിക്കുന്നവൻ കുടിക്കകത്ത് സൂക്ഷം വീണിരിക്കും. നീതിമാന് വിരോധമായി, ദൈവമക്കൾക്ക് വിരോധമായി നീ കുഴി കുടിച്ചാൽ സൂക്ഷം നീ ആ കുടിക്കകത്ത് എന്ന് പൊത്തോന്ന് വീഴും. രക്ഷപ്പെടാനൊക്കത്തുമില്ല. തെളിവിന് നമ്മൾ ചിന്തിച്ചല്ലോ, ആ പകലെ കർത്താവിന്റെ മഹത്വം നിരൂപിക്കുന്ന നിരൂപണങ്ങളിൽ അവർ തന്നെ പിടിക്കപ്പെടും. ശൗല് ദാവീദിനെ തട്ടിക്കളയാൻ, തകർത്ത് കളയാൻ, കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്താൻ. അപ്പൊ ശൗലിന്റെ കയ്യിൽ എന്തുവായിരിക്കുന്നേ? കുന്തം. ദാവീദിന്റെ കയ്യിലോ കിന്നരം. ആത്മീകനെയും ജഡീകനെയും തിരിച്ചറിയുന്ന ഇങ്ങനെ. ആത്മീകന്റെ കയ്യിൽ കിന്നരം. കിന്നരം എന്തിനാന്ന് വെച്ചാൽ അടുത്ത ഇരിക്കുന്നതിന്റെ തലക്കടിക്കാനാണോ? അല്ല, വായിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. പണ്ട് ലൈവ് ഉള്ളതുകൊണ്ട് പറയുന്നില്ല. എന്തുവാണോ ഭാഷ അതുകൊണ്ട് പറഞ്ഞിരുന്നെങ്കിൽ. പണ്ട് അത്രയ്ക്ക് പരിജ്ഞാനവും വകതിരിവും ഇല്ലാത്ത ഒരാള് സ്ഥലവും സഭയും ഒന്നും ഞാൻ പറയത്തില്ല. ഒരു സമുദായ സഭയില്ല. ആ സമുദായ സഭ ഏതാന്നും ഞാൻ പറയത്തില്ല. അപ്പം പുള്ളി പ്രസംഗിച്ചുകൊണ്ട് മുന്നിരുന്നൊരു അമ്മ ഉറങ്ങി. പഴയ ആൾക്കാരാ, പഴയ ഭാഷ. അപ്പൊ ഈ ഉപദേശിക്ക് അങ്ങ് അരിശവും വന്ന് ദണ്ണവും വന്ന് പുള്ളി നല്ല
നന്നായിട്ട് പ്രസംഗിക്കുക, തള്ള മുന്നിൽ ഇരുന്ന് ഉമ്മ കെട്ടി തൂക്കുക. അന്നേരം ഇങ്ങേർക്ക് അരിശവും സങ്കടവും എല്ലാം കൂടെ സമ്മേളിച്ച് പുള്ളി പറഞ്ഞ ഭാഷ അതുപോലെ ഞാൻ പറയുന്നില്ല, ഞാൻ അല്പം വ്യതിയാനപ്പെടുത്തി പറയാ. പുള്ളി പറഞ്ഞ്, തള്ളേ ഞാന് രാത്രി മുഴുവൻ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു, ദൂതൊരുക്കി വിഷമിച്ചു വന്നൊന്ന് പ്രസംഗം, അതിന് നിങ്ങൾ മുന്നിൽ വന്ന് തൂക്കിക്കെട്ടുക. ഞാന് ബൈബിൾ എടുത്തൊരു പുള്ളി നോക്കിയപ്പോ എറിയാൻ വേറൊന്നും കനമുള്ളത് കണ്ടില്ല. അപ്പൊ പിന്നെ ഇച്ചിരി കനമുള്ളത് ബൈബിളാ. ഇനി പുള്ളി പറഞ്ഞ ഭാഷ ഞാനിപ്പോ പറയത്തില്ല. ഈ ബൈബിള് എറിയാനും തല്ലാനും വഴക്കുണ്ടാക്കാനുമല്ല. ബൈബിള് കച്ചത്ത് വെച്ചോണ്ടല്ലേ വഴക്കുണ്ടാക്കുന്നത്, നിങ്ങൾ കണ്ടിട്ടില്ലേ? പിന്നെ ചിലര് കുറച്ചുകൂടെ മര്യാദ കൊണ്ട്, നീ ഈ ബൈബിളുമായിട്ട് വീട്ടോട്ട് പോകും, ഞാൻ രണ്ട് കാര്യം പറഞ്ഞേച്ചേ, അത് കുറച്ചുകൂടെ മര്യാദയുണ്ട്. ദാവീദിന്റെ കയ്യിൽ ഈ കിന്നരം, അത് അടുത്തിരിക്കുന്നവനെ തലക്കടിക്കാനല്ല, ആണ് കിന്നരം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. എന്നാൽ ശൗലിന്റെ കയ്യിൽ എന്തുവാ? കുന്തം. കണ്ടോ, ആത്മീയനും ചെടി. ഒരു സഭയല്ല, ഒരുത്തന്റെ കുന്തോ ഒരുത്തന്റെ. ഇവരെ കൊണ്ടുപോകുന്ന ആള് എന്ത് ബുദ്ധിമുട്ടിയാന്നറിയോ? ഇപ്പോഴും കൊണ്ട് ആത്മീക ലോകത്ത് ഞായറാഴ്ച വരുന്നത് ഒരുത്തന്റെ കൈ കിന്നരം, ഒരുത്തന്റെ കൈ കുന്തം, രണ്ടും അടുത്തടുത്തിരിക്കുക. അപ്പൊ ഈ പുള്ളി എപ്പോഴും കുന്തം എടുത്തിട്ട് ദാവീദിനെ കുത്തുക. 11-ാം വാക്യം വായിച്ചേ. ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തുവാൻ അവർ വിചാരിച്ച ഉപായങ്ങളിൽ അവര് തന്നെ പിടിപെടട്ടെ. അവര് വിചാരിച്ച ഉപായങ്ങളിൽ അവര് തന്നെ. എപ്പോഴും കൈ കുന്തമാണ്, ഇത് കുത്തും. പിന്നെ ദാവീദ് ഇയാള് അമ്മായിയപ്പനല്ലേ, കുത്താൻ വരുമ്പോഴെല്ലാം ദാവീദ് അങ്ങ് ഒഴിഞ്ഞു മാറും. കുത്തെല്ലാം ഭിത്തിയിലാവുള്ളെന്ന് ദാവീദ് അങ്ങ്. ഈ ദൈവമക്കൾ ചില സന്ദർഭങ്ങളിൽ ഒഴിഞ്ഞു മാറിയേക്കണം. അപ്പം ശൗല് പറയും, പേടിത്തൊണ്ടനാ, പേടിച്ചു പോയതാ. അയ്യോ പേടിച്ചു കേട്ടോ, നന്നായിട്ട് അങ്ങനെ ഇരുന്നോട്ടെ. നമ്മൾ ചിലയിടത്ത് തോക്കുന്ന നല്ലതാ. ചെല്ലു പറയും, നമ്മുടെ ഒക്കെ കളിക്കാൻ വന്ന പുള്ളി തോറ്റു, അത് അങ്ങനെ ഇരുന്നോട്ടെ, നമ്മൾ അവിടെ തോറ്റോട്ടെ, പക്ഷെ നമുക്ക് ദൈവസന്നിധി ജയം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അപ്പൊ ശൗല് വിചാരിച്ചത് കുന്തമെടുത്ത് ഇങ്ങനെ ഒത്തിരി കുത്തി അതെല്ലാം ഭിത്തി. ദാവീദ് അങ്ങ് ഒഴിഞ്ഞു മാറും. ഞാൻ വേഗത്തിൽ അങ്ങ് നിർത്തുക. ദൈവത്തിന് മഹത്വം. ഒടുവിൽ സംഭവിച്ചത്, നാളുകൾ കഴിഞ്ഞു. ശൗലിന് സംഭവിച്ച ആ കാര്യം 31:4 വായിച്ചേ. ശാമുവേലിന്റെ 1-ാം പുസ്തകം. ശൗൽ തന്റെ ആയുധവാഹകനോട്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സ് വന്നില്ല. അടുത്ത വാക്യം. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. കണ്ടോ ശാമുവേലിന്റെ 1-ാം പുസ്തകം 31-ാം അധ്യായത്തിന്റെ 1 മുതൽ പഠിക്കുമ്പോൾ ആ പ്രയോഗങ്ങൾ ഇങ്ങനെ വായിച്ച 1 മുതൽ. എന്നാൽ ഫെലിസ്ത്യൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടി ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായിട്ട് വീണു. അടുത്തത് ഫെലിസ്ത്യർ ശൗലിനെയും അവന്റെ പുത്രന്മാരെയും പിന്തുടർന്നു എന്നു. അടുത്തത് ഫെലിസ്ത്യർ ശൗലിന്റെ പുത്രന്മാരാകുന്ന അബീനാദാബ്, യോനാദാൻ, മെൽക്കീഷുവ എന്നിവരെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. പട ഏറ്റവും പരന്നു. അടുത്തത് എന്നാൽ പട ശൗലിന്റെ നേരെ ഏറ്റവും മുറുകി. വില്ലാളികൾ അവന് തെറ്റുവെച്ചു. വില്ലാളികളിൽ അവൻ വിഷമത്തിലായി. തന്റെ ആയുധവാഹകനോട്, ഈ അഗ്രകർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയെ അപമാനിക്കാതിരിക്കുകയും ചെയ്യുന്നത്, നിന്റെ വാളൂരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടത് കൊണ്ട് അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. അടുത്തത് ശൗൽ മരിച്ചു എന്നവന്റെ ആയുധവാഹം കണ്ടപ്പോ താനും പോയി അങ്ങനെ തന്നെ. അപ്പൊ ഈ ശാമുവേലിന്റെ 1-ാം പുസ്തകം 31 പഠിച്ചാൽ വാൾ പിടിച്ച് വീണെന്ന എഴുതിയിരിക്കുന്നത്. അത് ശരിക്ക് പഠിച്ചാൽ വാൾ പിടിച്ചല്ല, സൂക്ഷം കുന്തത്തെ തന്നെ കയറിയത്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 30 അവിടെ വാൾ പിടിച്ചെന്നല്ലേ വായിച്ചേ. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവര് തന്നെ. പുള്ളി കുന്തമായിട്ടിരിക്കുക. എപ്പ കണ്ടാലും ദാവീദിനെ കുത്താൻ. ദാവീദ് അങ്ങ് ഒഴിഞ്ഞു മാറും. ഇയാൾ ഈ കുന്തം പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. വർഷങ്ങൾ കഴിഞ്ഞു. ഫെലിസ്ത്യരുമായുള്ള യുദ്ധം അങ്ങോട്ട് മുറുകി.
വെലിസിരിവ് കയറി അടിച്ചു, ഒരു അറ്റം മുതൽ അടിച്ചങ്ങോട്ട് നിരത്തി. ശൗലിന്റെ 3 പിള്ളേര് യോനാദാൻ, അബീനാദാവ്, മൽക്കീഷുവ, 3 താട്ടി. വെപ്രാളവായപ്പന് ആയുധവാനോട് പറഞ്ഞാടാ എന്നെയും കൂടെ തട്ടട, അവര് വന്നെന്നെ കൊല്ലുന്നതിന് മുന്നേ നീ എന്നെ. അവൻ പറഞ്ഞ എന്റെ അച്ഛാ എന്നെ കൊണ്ടൊക്കുകയല്ലെന്ന് പറഞ്ഞു. അപ്പൊ കയ്യിലിരുന്ന ആയുധം പള്ളേ കയറ്റി. അവിടെ വാൾ പിടിച്ചെന്നാ. പക്ഷേ ശമൂവേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ ഒന്ന് വായിച്ചേ. ശൗൽ മരിക്കുകയും ദാവീദ് അമാലേക്കിനെ സംഹരിച്ച് മടങ്ങി ദിക്ലാഗ് വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരുത്തം വസ്ത്രം കീറിയും തലയിൽ പൂടിയെല്ലാം മാറിയിട്ട് പാളയത്ത് നോടി ദാവീദിന്റെ അടുക്ക് വന്ന് ആറ്റാങ്കം വീണ് അവനെ നമസ്കരിച്ചു. ദാവീദ് ചോദിച്ചു, നീ എവിടുന്ന് വരികയെന്ന് ചോദിച്ചു. ഇസ്രായേൽ പാളയത്ത് നിന്ന് ഓടിപ്പോരുക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, ദാവീദ് അവനോട് കാര്യം എന്താ എന്ന് ചോദിച്ചതിന് പറക എന്ന് ചോദിച്ചു. അതിന് അവൻ ജനം പടയിൽ തോറ്റോടി, അനേകർ പടകിൽ പട്ടുപോയി. ശൗലുവിന്റെ മകൻ യോനാദാനും പടകിൽ പോയിട്ടുപോയി എന്ന് വർത്തമാനം പറഞ്ഞു. വർത്തമാനം കൊണ്ടെന്ന് ബാല്യക്കാരന്റെ ദാവീദ് ശൗലുവിന്റെ മകൻ യോനാദാനും പടകിൽ പട്ടുപോയത് നീ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ചു. വർത്തമാനം കൊണ്ടെന്ന ബാല്യക്കാരൻ ദാവീദിനോട് അടുത്തത്, ഞാൻ ഗിൽബോവ പർവ്വതത്തിങ്കൽ ചെന്നപ്പോൾ ശൗൽ തന്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നു. ഉണ്ടോ? ശൗൽ തന്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാരി നിന്ന് സൂഹിക്കുകയല്ല, കുന്തം പള്ളയെ കയറ്റി, ജീവൻ പോകുന്നില്ല. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ സൂക്ഷം പിടിച്ചത് കണ്ടോ? നമ്മൾ ആരെയും കുന്തം എടുത്ത് തിരിച്ചു കുത്താനും പോകണ്ട, പിടിച്ചു മേടിക്കാനും പോകണ്ട, ചവിട്ടി ഓടിക്കാനും പോകണ്ട. നമ്മൾ അങ്ങ് ഒഴിഞ്ഞു മാറിയേക്കണം. സൂക്ഷം ഇവൻ ചെന്ന് കയറും. നിങ്ങളെല്ലാരും എന്നെ ഇങ്ങനെ സ്പർദ്ധിച്ചു നോക്കുന്നേ. കൊടുമുടികൾ കയറിയ പർവ്വതങ്ങളെ നിങ്ങൾ എന്നെ, ഞാൻ ദൈവവചനത്തിൽ നിന്നാ പറഞ്ഞു. സ്തോത്രം. വേണമെങ്കിൽ ദാവീദിന് അന്ന് കുന്തം പിടിച്ചു മേടിച്ച് അമ്മായിയപ്പന ഒരു താങ്ങും കൊടുക്കാൻ കുന്തം ചവിട്ടി ഓടിച്ച് ഊരാൻ കളയാ. അതിനൊന്നും പുള്ളി മുതിർന്നില്ല. കാരണം പറയാം, പുള്ളി ആരാധിക്കുന്നവനാണ്. ആരാധിക്കുന്നതിനിടെ ഇയാളുടെ കുന്തത്തിന്റെ പുറകെ നടക്കാൻ. സ്തോത്രം. പുള്ളി അങ്ങ് ഒഴിഞ്ഞു മാറിയിട്ടും വിടുകയായിരുന്നു, പുറകെ നടക്കുകയായിരുന്നു. അന്നേരം എല്ലാം കാട്ടാട്ടും പാറ, അതുല്ലാം മുകയിലെ, ഏൻഗതിയിലെ, പാറാൻ മരുഭൂമിയിലെ പേടിച്ചു എന്ത് വിഷമിച്ചെന്നറിയാം. കുറെ നാൾ വിഷമിപ്പിച്ചു. പക്ഷേ ഒടുവിൽ വന്ന ഗതികേട് കണ്ടോ? ഇപ്പം കുന്തത്തിൽ ചാരി നിൽക്കുന്ന, ചാരിയല്ല, കുന്തം പള്ളയെ കയറ്റി ജീവൻ പോകുന്നില്ല. അതല്ലേ അവൻ പറഞ്ഞത്, ഞാൻ എതിർച്ചയാൻ ഗിൽബോവ പർവ്വതത്തിൽ ചെന്നപ്പോൾ ശൗൽ തന്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നെന്ന് തേരും കുതിരപ്പടയും തുടർന്ന് അടുക്കുന്നെന്നും കണ്ടു. അവൻ പുറകോട്ട് നോക്കി എന്നെ കണ്ടു. നീ ആരെന്ന് ചോദിച്ചതിന് ഞാൻ രാമാലിക്കെന്ന് പറഞ്ഞു. അവൻ എന്നോട്, നീ അടുത്തു വരിക, എന്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്ക കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നെന്ന്. അപ്പൊ കുന്തം പള്ളയെ കയറ്റിയിട്ട് ജീവൻ പോകുന്നല്ലേ, പരിഭ്രമം പിടിച്ചു കിടക്കുക. അവൻ നിരൂപിച്ച ഉപായങ്ങളിൽ അവൻ തന്നെ പിടിക്കപ്പെട്ടു. അല്ല, ഈ പുള്ളി ഒത്തിരി പേരെ പരിഭ്രമിച്ചതാ. ആരാധിച്ചത് ദാവീദിനെ നല്ലതുപോലെ പരിഭ്രമപ്പെടുത്തിയതാ. ഇപ്പൊ താണ്ട ജീവൻ പോകാതെ പരിഭ്രമപ്പെട്ട് കിടക്കുക. ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ട് പോലും നടക്കുന്നില്ല. അതാ പ്രമാണം തെറ്റിയ ആത്മഹത്യ ചെയ്യാൻ നോക്കിയാൽ കണ്ടിട്ട് ചാടിയാ വെള്ളം കാണുകയില്ല. ചാടി വെച്ച് നോക്കി നിൽക്കുന്നു ഇങ്ങനെ, ഓടി വാടാ എന്നെ കേട്ടാന്ന്. മനസ്സിലാകാഴിയാണോ അതോ തൂങ്ങിച്ചാകാൻ കുരുക്കിട്ട് കയറ് പൊട്ടി പൊത്തത് ഇപ്പൊ പെടലിലൊരു പാടും. പ്രമാണം തെറ്റിയാ ചാകാൻ നോക്കിയാ പോലും വിഷം നിന്ന് വെപ്രാണമായി. നാട്ടുകാർ നല്ല പോടും, നല്ല അടി അടിച്ച് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടിയുടെ ആറാട്ടായിരിക്കും. കൈക്ക് പോകുകയാണേ വലിയ കുഴപ്പം. നീ പ്രമാണം തെറ്റിച്ചാൽ ചാകാൻ നോക്കിയാ പോലും, ഞാൻ എപ്പോഴും പറയുന്ന, നിങ്ങളും കേട്ടിട്ടുള്ളതാ, ആത്മഹത്യ ചെയ്യാൻ ഒരുത്തൻ റെയിൽവേ പാളത്തിൽ തല വെച്ചു. ട്രെയിൻ വരുന്ന കണ്ടുകൊണ്ട് തല വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് തല പോകുന്നില്ല. കുടഞ്ഞപ്പോ തലയുണ്ട്. നോക്കിയപ്പോ ട്രെയിൻ വേറെ പാളത്തിൽ കൂടെ കയറിപ്പോയി. പാളമെല്ലാം കിടക്കുകയല്ലേ. ഇവനോർത്ത ഈ പാളത്തിൽ കൂടെ വരുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ട്രെയിൻ അവിടെ വന്നപ്പോ അങ്ങനെ കയറിപ്പോയി. ഒടുവിൽ നോക്കിയപ്പോ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഗുണമാകുകയല്ലെന്ന്. പ്രമാണം തെറ്റിയാൽ ഞാൻ നിർത്തുക. നിങ്ങൾ തിരുവചനം ഒന്ന് പഠിച്ചേ. ഈ ശൗല് കുന്തത്തിൽ ചാരി നിൽക്കുക, വെപ്രാളം പരിഭ്രമം പിടിച്ചു. ഒടുവിൽ അമാലിക്യം വന്നിവനെ വെട്ടിക്കൊന്നു.
ഈ വിഷയത്തെ പറ്റി പൗലോസ് അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ശൗലിനെ നീക്കിയെന്ന് കുറച്ച് നല്ല രീതിയിലാണ് പറഞ്ഞത്. അവനെ നീക്കി, അങ്ങനല്ലേ? അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു. ദൈവം അവർക്ക് ബെന്യാമീൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശൗലിന് 40 ആണ്ടേക്ക് കൊടുത്തു. അടുത്തത് അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴ്ത്തി. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പൗലോസ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ശൗലിനെ നീക്കിയെന്ന് കുറച്ച് നല്ല രീതിയിലാ. പക്ഷേ പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന നീക്കിയെന്നല്ല, ദൈവം കൊന്നെന്ന്. ആ വാക്യം വായിച്ചാൽ ഭയം വരും. ദൈവം കൊന്നു, അങ്ങനെ കൊടുത്തത്. അപ്പോസ്തല പ്രവൃത്തി പൗലോസ് കുറച്ച് മാന്യമായ രീതിയിൽ, വലിയ വായിക്കുന്നവർക്ക് വലിയ വെപ്രാളം വരാത്ത രീതിയിലാണ് പൗലോസ് കൊടുത്തിരിക്കുന്നത്. അവനെ നീക്കി. അത് കേൾക്കുമ്പോ അങ്ങനെ വലിയ കുഴപ്പമൊന്നും, പക്ഷേ പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന ദൈവം കൊന്നെന്ന്. വായിച്ചേ. റെഫറൻസ് ഞാനങ്ങ് റെഫറൻസ് അവനെ കൊന്നെന്ന് അങ്ങനെ തന്നെ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിന്റെ 13 ഉറക്കം മൈക്ക് കൂടെ വായിച്ചേ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിന്റെ 13 വായിച്ചേ. വായിക്കേ, സമയം പോയി. മൈക്ക് കൊടുക്കും. വായിച്ചു. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം മൂന്ന് പാപമായി എടുത്തു പറഞ്ഞത്. ഒന്ന്, യഹോവയാണ് അതിക്രമം ചെയ്തു. 2, യഹോവയുടെ വചനം പ്രമാണിച്ചില്ല. 3, വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചു. അമ്മാമ്മയുടെ കൂടെ 3 പാപമാണ്. ദൈവത്തോട് അതിക്രമം ചെയ്തു, വചനം പ്രമാണിച്ചില്ല, വെളിച്ചപ്പാടത്തിയോട് അമ്മാമ്മയുടെ കൂടെ മരിക്കേണ്ടി വന്നു. അടുത്ത വാക്യം, അവൻ യഹോവയുടെ അരുളപ്പാട് ചോദിക്കാകിയാൽ അവൻ അവനെ കൊന്ന് കണ്ടോ? ആര് കൊന്നെന്ന്? നമ്മളാരെയും കൊല്ലണ്ട, ആരെയും ഉപദ്രവിക്കുകയും വേണ്ട, ആർക്കുമെതിരെ ദോഷവും ഊഹിക്കണ്ട. ചില വിഷയത്തിൽ നീ അങ്ങ് ഒഴിഞ്ഞു മാറിയേക്കണം, മൗനമായിട്ടിരിക്കണം. ചിലപ്പോ പറയാൻ തോറ്റു, മണ്ടന, പേടിച്ചു, അയ്യോ ഒന്ന് ഭീഷണി മുടക്കി പുള്ളി ഷെഡിൽ കയറി, അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. നമുക്ക് ഷെഡിലെങ്കിലും ഇരിക്കാമല്ലോ. ഇപ്പോഴോ അവനെ കൊന്നു. ഞാന് ഈ ദൈവവചനമൊക്കെ ഇങ്ങനെ ധ്യാനിച്ചു വായിക്കുമ്പം എനിക്ക് ആനന്ദവും ഉണ്ടാകും, ഭയവും ഉണ്ടാകും. സ്തോത്രം. ബാക്കി ഭാഗം നാളെ പ്രസംഗിക്കാം. സ്തോത്രം. നാളെ എല്ലാവരും യോഗത്തിന് വരുമല്ലോ. വരാത്തവരെ കൈവക്കിക്കേ. എല്ലാവരും വരും. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ പിന്നെ നാളെ നമുക്ക് ഒന്നിച്ച് ദൈവത്തിന്റെ വചനം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ പ്രസംഗ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന്. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആണ്ടുകളാകമേ തീർന്നിടും ആയതിന് മുന്നമേ, അമ്മരാണ്ടുകൾ ആകമേ തീർന്നിടും ആയതിന് മുന്നമേ, അമ്മനാഥ നിൻ കൈകളിൽ വേലയെ ജീവിപ്പിക്കണമേ. നിന്നാത്മാവിലാകുവാൻ നിത്യാനന്ദം നേടുവാൻ, നിന്നാത്മാവിലാകുവാൻ നിത്യാനന്ദം നേടുവാൻ ദയ തോന്നണമേ സ്വർഗ്ഗനാഥ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ ഉണർവരുൾകയിൽ നേരം ദേവാ, ആത്മതേജസ്സിനാലേ ഈ യുഗാന്ത്യവേളയിൽ
ഉണർവരുൾകയിൽ നേരം ദേവാ ആദിമായ സ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞുപോയ സ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞുപോയ ദൈവവിശ്വാസമോ കേവലം പേരിനു മാത്രമായി വന്നാലും നിന്നാലയെ തന്നാലും ജീവാവിയെ വന്നാലും നിന്നാലയെ തന്നാലും ജീവാവിയെ തം പോൽ സ്വർഗതാള ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ ഉണർവരുൾകയിൽ നേരം ദേവാ ആത്മതേജസ്സിനാലേ ദേവാ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ ഉണർവരുൾകയിൽ നേരം ദേവാ കാകളാ